സഹല. ഇവനാണ് ഇപ്പം UAE താരം. ഇപ്പം നാട്ടിൽ ഇറങ്ങിയല്ലോ ലബുബ. ഇല്ലാത്തൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇതൊരു എമറാത്തി സ്റ്റൈൽ ഹോട്ടലാണ് തോന്നുന്നു. പഴയ ഗ്രാമഫോണ്. പിന്നെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ഇല്യൂഷൻ ഉള്ളത്. തലകുത്തി മറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം. ഇതെന്താ സാധനം? ചെന്നായിൻ്റെ തോലോ? ചെന്നായിയാ? ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിപ്പം നിൽക്കുന്നത് അബ്രയിലാണ് കേട്ടോ. ദുബായിൽ ഏത് ഫോറിനേഴ്സ് വന്നാലും, അത് എത്ര വലിയ ആൾ വന്നാലും ഇവിടെ വന്ന് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാണ്ട് എന്തായാലും പോവില്ല. കാരണം ഇതിന് 1 ദിറംസാണ്. 1 ദിറംസ് ആയതുകൊണ്ട് മാത്രമല്ല ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത്, ഇത് വേറെ തന്നെ ഒരു വൈബാണ്. അതായത് നമ്മുടെ അബ്രയിൽ നിന്ന് ബോട്ടിൽ പോയിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്നിക്കിൽ അൽസീഫ് അല്ലെങ്കിൽ ബർദുബായ്, ഈ 2 ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും വന്ന് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പണ്ട് മെട്രോവും ബസ്സും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോട്ടാണ്. ഇവിടെ നിന്ന് ഒന്നിക്കിൽ അബ്രയിലോ അല്ലെങ്കിൽ അൽസീഫിലോ പോകാൻ ഈ 1 ദിറംസിൻ്റെ ബോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം റീസെൻ്റ്ലി ദുബായ് ഷെയ്ഖ് പോലും ഇതിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നിട്ടുണ്ടായി. അപ്പം ഷെയ്ഖ് പോയില്ലേ, പിന്നെ എനിക്കെന്താ ഒന്നുകൂടി പോയാലെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി വന്നതാണ്. ഇതിൽ നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും എൻ്റെ വകയൊന്ന് കാണിച്ചു തരണ്ടേ, അതല്ലേ അതിൻ്റെ ഒരു രസം. അപ്പം പിന്നെ നമുക്ക് ബോട്ടിലേക്ക് പോയാലോ? ഇവിടെ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. അപ്പം നമുക്ക് പോയാലോ? ബസ്സിലൊക്കെ ഡ്രൈവേഴ്സ് ഉള്ളതുപോലെ ഇതിനായിട്ട് ഇത് കണ്ട ഓരോന്ന് നിർത്തിയിട്ട് വെച്ചത് ഡ്രൈവർ ഉണ്ട്. ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം പോകണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പം പോകുന്ന പോക്ക് കണ്ട വിചാരിക്കും രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന, പക്ഷേ ഇവർ ഭയങ്കര ശ്രദ്ധയോടെയാണ് ഇവർ ഓടിക്കുന്നത്. ഇതിനെ സെയിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. നല്ല കണ്ട ആളില്ലാണ്ട് നടുവിൽ വരെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതിന് വെള്ളം തന്നെ കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ്. നോർമൽ നമ്മൾ പോകുന്ന ബോട്ടിലുള്ള വെള്ളം പോലെയല്ല, പകല് പോകുന്നതിനെക്കാട്ടിയും നൈറ്റാണ് കുറച്ചും കൂടി ഭംഗി. ഇപ്പം ആണെങ്കിൽ ദുബായിൽ ഒരു 45-50 ഡിഗ്രി ഒക്കെ ചൂടുണ്ട്. പക്ഷെ ആ ചൂട്ടിന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ യൂഷ്വലി എന്താ ഉണ്ടാവാൻ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അതൊന്നും ഒരു ഫീൽ ആവേ ഇല്ല. ഒരു ചൂട് കാറ്റുണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്കിത് പോകാൻ ഭയങ്കര രസമാണ്. എന്താണെന്നറിയില്ല, വേറെ തന്നെ ഒരു വൈബാണ് ഇതിൽ പോകുന്ന സമയത്ത്. പിന്നെ നമുക്ക് പോകുമ്പോൾ ഒരുപാട് നല്ല നല്ല ബിൽഡിങ്സ് കാണാൻ പറ്റും. അതായത് ദുബായിൽ യൂഷ്വലി കാണുന്ന ബിൽഡിംഗ് അല്ല, കുറച്ച് പഴയ ടൈപ്പ് ബിൽഡിംഗ് ആണ് ഇതിലൊക്കെ ഉള്ളത്. പിന്നെ അപ്പുറത്തെ സൈഡ് പോകാന്ന് പറഞ്ഞാൽ ഓൾഡ് ദുബായ് ആണ്. അവിടെ നമുക്ക് പഴയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ആ കാണുന്നത് ദുബായ് കസ്റ്റംസിന്റെ ബോട്ടാണ്. നമ്മളൊന്നും പ്രവേശിപ്പിക്കൂല, അവർക്ക് മാത്രമേ അതിലുള്ള എന്താ പറയുക റൈറ്റ്സ് ഉള്ളൂ അതിലേക്ക് പോകാനുള്ളത്. ഇതിങ്ങനെ ഉറുമ്പരിക്കുന്നത് പോലെ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും. മെല്ലെ മെല്ലെ പോകുന്നു. അങ്ങനെ നമ്മൾ തൊയഞ്ഞ് അൽസീഫിലെത്തി. ഇതാ ബോട്ട് ഇതാ കരക്കോട് അടുപ്പിക്കാൻ പോവാണ് കേട്ടോ. ആ ബിൽഡിങ് ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബിൽഡിങ് കാണുമ്പോൾ മനസ്സിലാവും പഴയ ബിൽഡിംഗ് ആണ്. കുറേ വർഷത്തെ പഴക്കം ഉണ്ടാവും കാണുമ്പോൾ, ശരിക്കും പഴക്കമുണ്ട്. അപ്പുറത്തെ സൈഡ് നോക്കിയേ, ആ ഭാഗത്ത് കണ്ട കുറച്ചൊരു നല്ല സൂപ്പർ ബിൽഡിങ്. എന്നാൽ നമ്മൾ വന്ന് ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ബിൽഡിങ് നോക്കുമ്പോൾ ഭയങ്കര പഴയ ബിൽഡിങ്. ഭയങ്കര ലെവലൊക്കെ ആക്കി ആ ഒരു കറക്റ്റ് സ്പേസിൽ ആൾ കൊണ്ടുപോയി ഇടുന്നത് കേട്ടോ ഇതിന്. ഇനി നമുക്ക് ഇറങ്ങിപ്പോവണം. കരക്ക് അടുപ്പിക്കുന്നതിന് മുന്നേ ആക്രാന്ത് എല്ലാവരും കീഞ്ഞു പോകുന്നു. ഞാൻ പക്ഷെ കറക്റ്റ് അടുപ്പിച്ചിട്ട് ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ചെരുപ്പുകളിലേക്കുള്ള ഒരു എത്തിനോട്ടം. നമ്മൾ മറ്റേ ടൗണിലൊക്കെ പോയാൽ കാണുന്നില്ലേ, ഡൽഹി, മെയിനായിട്ട് ഡൽഹി പോയാൽ ഇങ്ങനെ മുത്തിരി ഉള്ള പോലത്തെ ചെരുപ്പുകളെല്ലാം കിട്ടും. ജുട്ടി കുറേ മുന്നേ മറ്റേ കല്യാണത്തിന് ആമ്പിള്ളറിടുന്ന ചെരുപ്പില്ലേ, അതുപോലെ ഉണ്ട് കിരീട രാജാവിൻ്റെ ചെരുപ്പ്. കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള ചെരുപ്പുണ്ട് കേട്ടോ താഴത്ത്. ഇതെല്ലാം ഒരു കാലത്ത് ട്രെൻഡായിരുന്നു. ഇതെനിക്ക് ഇഷ്ടമായി, കുറച്ച് രസമുണ്ട് കാണാൻ. ബിഗ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് വെച്ചു കൊടുത്തത് എല്ലാ ഇതിൻ്റെയും ഓരോ കളർ. ഇവരെങ്ങനെ ഇത് സെറ്റ് ചെയ്തെടുത്തത്, അതൊരു വേറെ തന്നെ ഒരു മൊഞ്ചുണ്ട് കാണാൻ. ഇത് മൊറോക്കൻ്റെ എന്തെങ്കിലും സാധനമാണോ? ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഇതുപോലത്തെ ഒരു ബ്ലൂ ബോഡി സ്ക്രബ് കണ്ടിട്ടുണ്ടായിരുന്നു. മൊറോക്കയിലുള്ളതാണ്, ഇവിടെ ഉള്ളതല്ല. പിന്നെ നമ്മുടെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, പട്ട, ഗ്രാമ്പൂ, ഏലക്കായി. ഇത് കുറച്ചൊന്ന് കറുത്ത് പോയതാണ്. ചുവന്ന കളറായിരുന്നു വേണ്ടത്, പക്ഷെ കറുത്ത് പോയി, എന്താണെന്നറിയില്ല.
ഇത് നമ്മുടെ കുഞ്ഞി ഉണക്കമുളക്. ഇതെന്തുകൊണ്ട് ഉണ്ടയായിപ്പോൾ ഇത്? സാധാരണ നീളമല്ലേ വേണ്ടത്? അതിൻ്റെ കൂടെ ഒന്നിനും മാച്ച് ആവാത്ത ഒരു സാധനം പിസ്താഷ്യോ കുനാഫ പെരുന്നാൾ എടുത്തിട്ട് പോയിക്കോ എന്നുള്ള രീതിയിൽ വെച്ച് തന്നതാണ്. ഇവിടെയെല്ലാം വരുമ്പോൾ ഒരു വേറൊരു സ്മെല്ലുണ്ടാവും. എല്ലാ സ്പൈസസിൻ്റെയും മണങ്ങൾ കൂടിക്കലരുമ്പോൾ എന്താ ഒരു സ്മെല്ല് അത്. ഇത് കൽക്കണ്ടല്ലേ? ഇത് കൽക്കണ്ട നീല കളർ കണ്ടോ? അത് കളർ ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലൈൻറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലെ ചുരിദാർ ഇങ്ങനത്തെ ഒരു ചുരിദാർ വാങ്ങുന്നുണ്ട് മിനിമം ഒരു 6000 ഉറുപ്പ്യ കൊടുക്കണം. ഇതിന് ഇവിടെ എത്രയാണെന്ന് അറിയില്ല, പക്ഷെ ഒരു പളപള മിന്നുന്ന ഒരു എന്താ പറയുക, ഇപ്പോഴല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ സിമ്പിൾ ഇടുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ തിളക്കങ്ങളും അങ്ങനത്തെ സാധനങ്ങളാണ് ഇടാൻ. ഇവിടെ കണ്ടോ നമ്മൾ പരാഗിലെങ്ങാനും പോയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് മിക്ക കടയിലും ഇതുപോലത്തെ എന്താ പറയുക കല്ലുമുത്തുള്ള ഡ്രസ്സുകളുണ്ട്. ഒരു വേർഷൻ ഇത് ഇവിടെ ശിശി കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. കുറച്ചൊരു കാണാനൊരു മൊഞ്ചുണ്ട്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഉള്ളത് അപ്പുറത്തെ സൈഡിൽ നോക്കൂ അങ്ങോട്ടേക്ക്. ഐ ഇതാരാ? ഇത് നല്ല രസമില്ല, ഒരു വെറൈറ്റി കാണാൻ. ഫുൾ ഗ്ലാസിൻ്റെ സാധനം പിടിച്ച് പൊട്ടിച്ചിട്ട് ഇപ്പം എന്നെ പറയാറില്ലായിരിക്കും. ബാ, നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിച്ച കടയാണ്. കരിമ്പ് ജ്യൂസ് കുടിക്കണോ വേണോ? ഓക്കെ എന്നാ വാ. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതിലാണ് നമ്മളെ ചായ ആക്കുന്ന സാധനം. കാപ്പി കോഫി ആക്കുന്ന സാധനം. പക്ഷെ ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പണ്ടാ ഉപയോഗിച്ചത്? ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? സുഡാനി ഉപയോഗിക്കുന്നുള്ള ഒരു പ്രത്യേകമായ അറിവ് എനിക്ക് എൻ്റെ മാപ്പിള തന്നതാണ്. അപ്പം ഇത് നമ്മൾ ഈ വീഡിയോയിലെല്ലാം കാണുന്നില്ലേ, പൂയി വെച്ചിട്ട് ഇങ്ങനെ പൂയിലിടുമ്പോൾ ഇങ്ങനെ ടിഷ്യൂ തിളച്ചിട്ട് വരുന്ന സംഭവം, ആ സാധനമാണ്. ഇതിപ്പോൾ പൂയിലല്ലാണ്ട് വേറെ ഇതിലത്തെ വെക്കുമോ? ഗ്യാസിൻ്റെ മേലിലും വെക്കും പോലും. ഇതെനിക്ക് വാങ്ങിത്തരുമോ? വാങ്ങിത്തരില്ല. അപ്പം എനിക്കിത് വേണ്ട, നമുക്ക് ചായച്ച മതി. നമ്മുടെ നാടൻ ഉഷോ ഇങ്ങനെ പ്രത്യേകം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആരൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കണം. എന്താ ഈ വ്യക്തിക്ക് കാറ് കണ്ടാലൊരു വിഭ്രാന്തി. എന്നാൽ വലിയ കാറല്ലേ, കുട്ടിയുടെ കാറ് കണ്ടത്. ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഡേ ടു ഡേയിൽ പോലും ഇതിന് 60 ദിറംസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ 10 ദിറംസ്. ഇവനാണ് ഇപ്പം UAE താരം. ഇപ്പം നാട്ടിലും ഇറങ്ങിയല്ലോ ലബൂബ. നീ എന്തിനാ നാട്ടുകാരെ പേടിപ്പിക്കുന്നത്? കണ്ടാൽ മതി പേടിപ്പിക്കാൻ. വന്നോ ബാ. ലബൂബക്ക് പകരമായിട്ട് ഇവിടെ ഒരു അക്കുസൂട്ടനുണ്ട്. ഇതാ പടയാളിനെ പോലെ അത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു ഓടിക്കുമെന്നാണ് പറയുന്നത്. നല്ല കുട്ടപ്പൻ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ള ലബൂബ. ഇത് കുറച്ച് ഗേൾസിന് ഇഷ്ടമാവും, പിങ്കിഷ് കളറായത്. ഇതിനെത്രയാ? 50യോ? അപ്പോൾ ലബൂബ വേണോ 10 ദിറംസ് എന്ന് പറഞ്ഞതോ? ചോട്ടാ ലബൂബക്ക് 10 ദിറംസ്. ഇവിടെ വരുമ്പോൾ നല്ല 30ഓ? 10 ദിറംസ് വേണോ ചോദിച്ചതോ? പറ്റിച്ചതാണ്. നമ്മൾ വരുന്ന സമയത്ത് നല്ല മലയാളികൾ പോലും ഇത്ര വൃത്തിക്ക് മലയാളം പറയില്ല. ഞാൻ വീഡിയോ എടുത്ത് വരുന്നത് കൊണ്ടാണെന്ന് അറിയില്ല. എന്താ ലബൂബ വേണോ 10 ദിറംസ്. ഞാൻ അവിടെ പോയപ്പോൾ അത് 30ആയി, പിന്നെ 50ആയി. പറ്റിക്കുന്നോ? നമുക്ക് ലബൂബ വേണ്ട. ബാംഗ്ലൂർ പോലത്തെ സ്ഥലം ഫുൾ മുല്ലപ്പൂ. ഹൈ, മുല്ലപ്പൂ ഉണ്ട്, കുറേ മൈപ്പീലുണ്ട്. ഇതേതാ മുല്ലപ്പൂ? ഇതാ തൊടാൻ വിടുമോ? നല്ല വേണം. ഇവരെങ്ങനെ ഈ മുല്ലപ്പൂ ഇമ്പോർട്ട് ചെയ്യുന്നത്? നാട്ടിൽ നിന്നായിരിക്കുമല്ലോ. ഇത്ത വന്നില്ലെങ്കിൽ എഴുത്തുന്ന ഏതെങ്കിലും ഒരു ചെടിയെല്ലാം വാങ്ങിക്കൊണ്ടുപോകലായിരിക്കും. നിത്തുവിനും ഇത്താക്കാണ് ചെടി ഭ്രാന്ത്. പക്ഷെ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടീനോട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അന്നേരം നിത്തു വീട്ടിലില്ലല്ലോ. ഓള് വാങ്ങി വെച്ച ചെടീനെ ഞാൻ കുറച്ചും കൂടി ഒന്ന് മൊഞ്ചാക്കി എടുക്കും. പിന്നെ എൻ്റെ പൈസ കൊടുത്ത് കുറേ ഞാൻ ചെടി വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പം വീട്ടിലുണ്ടോയെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ ഞാൻ ഈയിടയ്ക്ക് വിളിച്ചപ്പോൾ ഉമ്മ എനിക്ക് ഗാർഡനെല്ലാം കാണിച്ചു തന്നപ്പോൾ ചെടിയെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ മെയിനായിട്ട് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിത്തുക. മെനക്കേട്ട് നോക്കും. വൈകുന്നേരം ആകുമ്പോൾ ഒരു ഇറങ്ങല. എന്നിട്ട് പോയിട്ട് ചെടിക്ക് വെള്ളമടിക്കും, ചെടി കട്ട് ചെയ്യും, എന്തൊക്കെയോ കുറേ പേരാന്ത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മൈപ്പീലിനെ വെച്ചിട്ട് പ്രസവിപ്പിച്ചിനോ? പണ്ട് ഞാൻ ചെയ്തിന്. ഒരു കുഞ്ഞ് മൈപ്പീലിൽ കണ്ണം വെച്ചിട്ട് അത് എന്താ പറയുക കുറേ ആയിട്ട് വരും എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചെയ്തിന്. കുട്ടികൾ പറഞ്ഞ് പറ്റിച്ചതാണ്. ആ സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധി കൂടിപ്പോയി. നമ്മൾ ബർദുബായിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടൊരു പൊടിക്ക് കൂടുതൽ നടന്നിട്ട് അൽസീഫിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ ആ ഒരു സെയിം സംഭവം തന്നെ, പക്ഷെ കുറച്ചും കൂടി ഒരു ഹെറിറ്റേജ് ലുക്ക് ഉള്ളത്. നമ്മൾ കൂടുതലും ഡ്രസ്സ്,
അതൊക്കെയല്ലേ അവിടെ കണ്ടത്. ഇവിടെ നമ്മളെ പഴയ സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. ഈ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിൽ ഒരു സ്റ്റാർബക്സ് എന്ന് എഴുതിയിട്ട് അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെയും കൂടി ഒന്ന് കറങ്ങി കാണിച്ചു തരാം. ആരും ഇല്ലാത്തൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇതൊരു എമറാത്തി സ്റ്റൈൽ ഹോട്ടലാണ് തോന്നുന്നു. പഴയ ഗ്രാമഫോണ്, പിന്നെ നമ്മൾ മറ്റേ വിരലിട്ടാൽ തിരിയുന്ന ഫോണ്, ലാൻഡ് ഫോണ്. അതുപോലെ അവരെ താക്കോല് കാണണോ? ഇനി വാ, താക്കോലതാ. റൂമിൻ്റെ കീ കണ്ടോ? വലിയ ഖജനാവിൻ്റെ കീ പോലെ ഉണ്ട് കാണാൻ. ഈ കീ അല്ല, ആ കീ കണ്ടോ? ഒരു ഖജനാവിൻ്റെ കീ പോലെ ഉണ്ട്. ഇനി കൂടുതൽ ഞാൻ ഇവിടെ ഇരുന്ന CCTV ഉണ്ട്, രണ്ടിനും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കിനി പുറത്തേക്ക് പോവാം. ഇവിടെ ആരും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ വേഗം ധൈര്യത്തെ കയറിയിട്ട് നോക്കിയത്. പുറമേ ഇങ്ങനെ വീഴാനായ ബിൽഡിങ് പോലെ ഉണ്ട്, പക്ഷെ ഉള്ളിൽ ഫുൾ AC-യാണ്. ഫുള്ള് റിന്യൂവേറ്റ് ചെയ്ത് AC ആക്കി. ഇനി അതൊരു കഫേയാണ്. ഇത് ചൈനക്കാര കഫേയാണോ? ചൈനീസ് അല്ല എഴുതിന്. ഓക്കെയോ? എൻ്റെ ഒരു തീക്കണൽ മതി ഇവിടെയൊക്കെ കത്തിപ്പറ. ഇത് വല്ല ദുബായിൽ ആരെങ്കിലും കണ്ടിനെങ്കിലും കൊണ്ടുപോയിട്ട് കേസ് എടുക്കലായിരിക്കും. പക്ഷേ നമ്മൾ മറ്റേ നാട്ടിലൊക്കെ ഇങ്ങനെ വരുമ്പത്തെ കുറേ ഇവരെ പോലത്തെ ഈ ഫറൂനെ പോലത്തെ കുറേ പിള്ളേർ ഇരിക്കുന്നില്ലേ, അതുമാതിരിയുള്ള സ്ഥലം. എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, എന്നാലും ഞാൻ വെറുതെ പറയുകയാണ്, വേറെയുള്ള ആളെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ 10 ദിറംസ്, 10 രൂപ എന്ന് പറഞ്ഞാൽ 10 ദിറംസിന് കഫ്താൻ വേണ്ടിക്കൽ വന്നോളൂ. ഇത് കോട്ടൺ അല്ല, ഒരു സിൽക്കി ടൈപ്പ് സാധനമാണ്. പക്ഷെ ചിലതൊക്കെ നല്ല രസമുണ്ട്, അത്യാവശ്യം കാണാൻ രസമുണ്ട്. ചിലതൊന്നും കാണാൻ രസമില്ല. ഇത്ര സമയം നമ്മൾ ഡ്രസ്സെല്ലാം കണ്ട്. ഇനി കുറച്ച് ബാഗ് ഫാൻസിയിലേക്ക് പോവാം. നല്ല പെട്ടിക്കുട്ട പോലത്തെ ബാഗ് ഉണ്ട്. ഇത് ഒരു സമയത്ത് ഇതൊന്നും ഫാഷനായിരുന്നു, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഫുള്ള് മുത്തിരി മാതിരിയുള്ള ബാഗ്. നമ്മളെ സീരിയലിലെല്ലാം കാണുന്ന മാലകൾ, മന്ത്രവാദിനി സ്ത്രീകളുടെ സീരിയലിൽ, കുട്ടിച്ചാത്തൻ സീരിയൽ കണ്ടിന് പണ്ടത്തെ ആ സീരിയലിലുള്ളത്. ആ പെണ്ണുങ്ങൾ, ആ മന്ത്രവാദി പെണ്ണുങ്ങൾ ഇടുന്ന മാല ഇതെല്ലാം ഓള് ചിലപ്പോൾ ഇടുന്ന് വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയതായിരിക്കും. സീരിയലിലെ സ്വന്തമായിട്ടുള്ള സാധനം ഇടണം എന്നാണ് ഞാൻ വീഡിയോയിലെല്ലാം കണ്ടത്. അപ്പോൾ പിന്നെ ഡ്രസ്സും ഇതെല്ലാം ഇടുന്ന് വാങ്ങിയതായിരിക്കും വണ്ടിക്ക്. തവക്കൽ സ്റ്റാർ ട്രേഡിംഗ്. സ്റ്റാർബക്സിലേക്കുള്ള പോക്കാണിത്. ഇവിടെ എവിടെയോ ആയിരുന്നു സ്റ്റാർബക്സ്. ഇനി നമുക്ക് കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോ എടുക്കണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ നിൽക്കുക, കുറച്ച് കോപ്രായങ്ങൾ കളിക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. പക്ഷെ ഇവിടെ എന്താ പറയുക, കുറച്ചൊരു അവിടെ നിന്നും വന്നതുപോലെയല്ല വേറൊരു സംഭവം. ഒരു ചെറുങ്ങനെ ഒരു പേടി, ഒറ്റക്കാണെങ്കിൽ ഒരു ചെറിയ പേടി, എന്നെ പോലത്തെ ആൾക്കാർക്ക് ഉണ്ടാവും, കാരണം എനിക്ക് ചെറുതായിട്ടൊരു പേടിയുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം കണ്ട, ആരും അങ്ങനെയില്ല. റെയറായിട്ട് 1-2 ആൾ ബാക്കിലോട്ട് വന്ന് ഫറൂനെ ഒരാൾ പിടിക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കച്ചറ പിടിച്ചതും പൊടി പിടിച്ചതായിട്ടുള്ള പാത്രങ്ങളും സാധനങ്ങളും നോക്കാം. ഇതെന്ത് ഇൻസ്ട്രുമെൻ്റാ? വീണയല്ലല്ലോ, വേറെന്താ, മറ്റേ ഇങ്ങനെ ഇതാക്കിയിട്ട് വെക്കുന്ന സാധനമില്ലേ അത്. പിന്നെ നമ്മുടെ കുറേ പാത്രങ്ങൾ. എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാൻ ഞാൻ സാധനം നോക്കി നടക്കുന്നത്. ഇതിന്നൊന്നും അങ്ങ് എടുത്ത് കൊണ്ടുപോയാലോ. എന്ത് പൊടിയും കച്ചറ. ഇത് നമ്മളെ ചിരട്ട ഇസ്തിരിപ്പെട്ടി. പിന്നെ കുറേ ജഗ്ഗും സാധനം. ഇത് മറ്റേ പടക്കെങ്ങാനും പോയത് തോന്നുന്നു, വാളും എടുത്തിട്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി പുരാതനങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് ഷൂ ആക്കുന്ന സാധനം, അല്ലെങ്കിൽ ചായപാത്രം, ചായ കച്ചി വെക്കുന്ന പാത്രം, ചായ ആയിരിക്കണം എന്നാണ് എൻ്റെ നിഗമനം. പിന്നെ ഇവിടെ നിൽക്കുക, ഇത് തിരിക്കുക, ചൂനക്കുക, തിരിക്കുക. ഫോണ്, പിന്നെ നമ്മുടെ പണ്ടത്തെ ഈ ഫോണ്. ഇപ്പോൾ ഇതെല്ലാം തിരിയുന്നുണ്ട് കേട്ടോ, പഴയതാന്ന് പറഞ്ഞിട്ടെന്താ. പിന്നെ ഇത് റൈഡർ കണ്ണാപ്പികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏതെല്ലാം തരം കാറും ബൈക്കും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാണ് ടൈപ്പ് റൈറ്റിംഗ്. നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്ന സാധനം. ഇത് ഹൈലൈറ്റ് ആണ്, കുറച്ചും കൂടി വൃത്തിക്ക് കാണുന്ന ഇതാ. അപ്പോൾ ഇത് അറബി ടൈപ്പ് റൈറ്റിംഗ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾ സൂപ്പർ പൊളിയായിരിക്കുമല്ലോ. വീണ്ടും പേപ്പർ ഇങ്ങോട്ട് ഇടുക. എല്ലാം അടിച്ചടിച്ചത് ജാമായിപ്പോയി. ഇനി നമുക്ക് കുറച്ച് ഇവിടുന്ന് ഓടുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം അടിച്ചടിച്ചത് ജാമായിപ്പോയി. പിന്നെ അതിന് കുറച്ച്, ഇതൊരു അറബി വേർഷൻ ടൈപ്പ് റൈറ്റിംഗ് ആണ്, ഇത് ഇംഗ്ലീഷ് വേർഷൻ. ഇത് കുറച്ചും കൂടി പ്രോ ആണ്. എന്താ ശീശ ഇങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ ഫൂ എന്ന് പറഞ്ഞിട്ട് പുക മേലയിലൂടെ, ആ സാധനമാണ് ശീശ. അപ്പം ഇത് പണ്ടേ ഉണ്ട് ഈ സാധനം ശേഷം. ഇപ്പോഴാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. കങ്കര്. ഇത് ഏതെങ്കിലും അറബിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവച്ചതായിരിക്കും. പിന്നെ ഇല്ലേ,
പണ്ട് നിധിയെല്ലാം സൂക്ഷിക്കുന്ന പെട്ടി കാണാം, ഇതാ അങ്ങോട്ടേക്ക്. പക്ഷെ ആ പെട്ടിയില്ലേ ഇപ്പം മൊഞ്ചുണ്ട്, അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. നല്ല മൊഞ്ചുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അങ്കിളിൻ്റെ വാള് ഷോ അങ്കിളിന് ഇത് ഗ്രാമഫോൺ. ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് ആ ടൈപ്പ് റൈറ്റിങ് കുറച്ച് ഇഷ്ടമായിരുന്നു കേട്ടോ. അന്ന് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ, ഞാൻ ചെറുതിൽ ഞാൻ കുഞ്ഞായിരിക്കുമല്ലോ, അന്ന് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉപ്പാപ്പന്മാരെല്ലാം പൈസ ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലം. ഇവരെ ചെസ് ബോർഡ്. ഇവിടെ ഈ ചെസ് ബോർഡ് എന്ത് വെയിറ്റാന്ന് നോക്കിയേ, ഓരോ കാര്യവും നല്ല വെയിറ്റ് ഉണ്ട്. വിൽക്കാൻ വെക്കുന്ന സാധനമാണ് കേട്ടോ. പക്ഷെ ഇത്രയും പൊടി പിടിച്ച സാധനങ്ങൾ ആരാധകർ ഉണ്ടാവുമായിരിക്കും അല്ലേ. എന്തോ ഖുറാനിക്ക് എഴുതിയിട്ട സാധനം. എൻ്റെ മക്കളെ നല്ല വെയിറ്റ് ഉണ്ട്. കുറേ പഴയ കാലത്തുള്ള സാധനങ്ങൾ അത്രക്കും ഇതിനെ പൊടി പിടിപ്പിച്ച് വെച്ചിന്. ഇനി പുതിയ സാധനത്തിന് പൊടി പിടിപ്പിച്ച് വെച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതിഷ്ടമായി. കൂട്ടത്തിൽ കുറച്ച് കാണാൻ മുഞ്ചുള്ളതും. ഇവനാരാ? ഇതെന്താ സാധനം? ഓ, ഇത് മേക്കപ്പ് സെറ്റിൻ്റെ എന്തോ ബോക്സാണ്. കാതിലകളെല്ലാം വെക്കുന്ന സാധനം. നമ്പർ പ്ലേറ്റ് അടക്കമുണ്ട് വെക്കാൻ. ഇതെന്താ സാധനം? ചെന്നായിൻ്റെ തോലോ? ചെന്നായിയാ? അനക്ക് പേടി, നിങ്ങൾ തൊട്ടോ. എന്നൊക്കെ അത്രക്ക് ധൈര്യം നിങ്ങൾ തോട്. എന്നാ അതിൻ്റെ മൂക്കിന് പിടിക്ക്. ഒറിജിനൽ ചെന്നായിൻ്റെ തോലിയാ? അത് പൊന്തിച്ചാ? പൊന്തിക്ക്. ആ പേടിയല്ലേ? ശരിക്കും ചെന്നായിൻ്റെ തൊലി കണ്ടാ. കയ്യെല്ലാം നല്ലോണം തേച്ച് കഴിച്ച് മാത്രം ബന്ധാൽ മതി ഇങ്ങോട്ടേക്ക് കേട്ടോ. ഒരു വിൻറ്റേജ് കഫ്റ്റീരിയ. വണ്ടിയിൽ ഒരാൾ വരുന്ന. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സാധനം ഇവിടെ. നല്ല ആളാട്ടെ ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ എപ്പം വന്നാലും ഈ സ്റ്റാർബക്സിൻ്റെ മുന്നിൽ എന്തോ വലിയ സംഭവം മാതിരി എല്ലാവരും ഫോട്ടോ എടുക്കുന്നതാണ്. എന്താണെന്നറിയില്ല, അബ്രൻ്റെ ഉള്ളിലുള്ളതായതുകൊണ്ടാണോ ഇവർ ഈ ഫോട്ടോ എടുക്കുന്നത്. കാരണം എന്തായാലും ഈ ആൾക്കാരെല്ലാം സ്റ്റാർബക്സ് പോയിട്ടുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇവരിവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കൽ, ഇവരൊരു കളി. ഒന്ന് ചെറുതായിട്ട് തിരിക്കാൻ പറ്റുവാണെങ്കിൽ ക്യാമറ നല്ലത്, അവരടി കിട്ടാണ്ട്. ഇവിടെയാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ഇല്യൂഷൻ ഉള്ളത്. തലകുത്തി മറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം. അതായത് നമ്മൾ ഇങ്ങനെയാണ് നിന്നില്ലെങ്കിൽ അതിൽ പോകുമ്പോൾ തിരിച്ചിട്ടാണ് കാണാം. ഇപ്പം തൽക്കാലം താല്പര്യമില്ല, അപ്പം പിന്നെ ഞാൻ പോകുന്നില്ല. ഇതിനെത്രയാ? 150 ദിറംസോ 180 ദിറംസോ അങ്ങനെ എബവ് 100 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഇല്യൂഷനെല്ലാം കണ്ട് ഇനിയിപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ തീരാതെ ഒരു സംഭവമാണ്. കാരണം ഇവിടെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് പോയാൽ നമ്മൾ ഒരുപാട് സ്ഥലം കാണുമേ. അവിടെ എത്തി ഒരു എൻഡിങ് ഇല്ലാതെ പോലെ. പിന്നെ അവിടെ നിന്ന് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയെല്ലാം പോയാൽ നമുക്ക് വേറൊരു പ്ലേസ് ഇതുപോലെ തന്നെ കാണാൻ പറ്റും. പിന്നെ നടന്ന് കാല് കഴിയുന്നെല്ലാം പറയുന്നില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഇതിൽ മെയിനായിട്ട് ഇവർ ഇവിടെ കൊടുത്തത് എന്താ പറയുക, ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, ജ്വല്ലേഴ്സ്, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, പിന്നെ ഇവരുടേതായ കുറച്ച് മ്യൂസിക്കൽ പ്രോഗ്രാംസും. ഇതിപ്പോൾ എന്താ, ചെണ്ടയോ ബാൻഡോ എന്താ സാധനം എന്ന് എനിക്കറിയില്ല. ആ സാധനം അയ്യോ നിർത്തിപ്പോയി. ഞാൻ വരുന്ന കണ്ടിട്ടാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. അവർക്ക് എന്നോട് കുറച്ച് ഇഷ്ടം കൂടി. മൈക്കിൻ്റെ പണി കൂടുതൽ കൊടുക്കണ്ടെന്ന് വെച്ചതുകൊണ്ടായിരിക്കും, എൻ്റെ സൗണ്ട് കൂടുതൽ എടുപ്പിക്കണ്ടെന്ന് വെച്ചതുകൊണ്ട് അവരെന്നെ സ്റ്റോപ്പ് ചെയ്താന്ന്. അപ്പം അവരെ ഒരു പ്രോഗ്രാം. താങ്ക് യു. സഹല. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പാട്ട് പാടിയതാണ്. പക്ഷെ പാട്ട് അതിൽ കേട്ടില്ല തോന്നുന്നു, കാരണം എൻ്റെ പേരെല്ലാം വെച്ചിട്ട് പാട്ടെല്ലാം പാടിയത്.
തകർപ്പൻ പഞ്ചാബി ഗുജറാത്തി ഏത് നാട്ടുകാരാന്നറിയില്ല, എന്തെല്ലാം ഒരു പാട്ടെല്ലാം പാടി. എൻ്റെ പേരെല്ലാം വെച്ചിട്ടാണ് പാടിയത്. പക്ഷെ ആ ഒരു എന്താ പറയുക മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒച്ച കൊണ്ട് എൻ്റെ പേര് കേട്ടില്ല. അപ്പം അങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ചൊന്ന് എൻജോയ് ഒക്കെ ആയി. ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോകണം. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇത് നടന്നിട്ടും തീരുന്നില്ല സംഭവം. സെയിം സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ ഓരോരുത്തർ കയറുമ്പോൾ നമുക്കൊരു പുതുമ തോന്നും. ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു രസം ഉണ്ടാവും, ഈ ഡ്രസ്സ് കാണാനൊരു രസം ഉണ്ടാവും, അങ്ങനെയുള്ളൊരു ടൈപ്പ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്തായാലും പോകുന്നതല്ലേ, ഇവിടത്തോളം അബ്രയില വന്നത്. അപ്പം നമ്മൾ അറബി ഉപ്പാപ്പനോട് നമ്മൾ താറ്റ ബൈ ബൈ എല്ലാം പറയുന്നുണ്ട്. എന്നെ ഒട്ടകത്ത് കയറ്റുമോ? ഇവരിപ്പോൾ മാറിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവരല്ലായിരുന്നു. ഒട്ടകം ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ ആളിതല്ലായിരുന്നു. ആ വണ്ടിയെല്ലാം അവിടെ തന്നെ ഉണ്ട് ഉമ്മാനെ കുട്ടി വന്ന സമയത്ത്. അപ്പം ഇവർ വെച്ച് നമുക്ക് സൈൻ ഓഫ് ചെയ്താലോ? അപ്പം എൻ്റെ ഈ കുഞ്ഞ് സൈൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തരാം. ഇപ്പം പിടിച്ചിട്ട് കൊണ്ടുവച്ചതാ, ഫ്രഷ് സാധന കാണുന്നില്ല. എൻ്റെ ആ കണ്ണെല്ലാം നോക്കാം മീനിൻ്റെ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. അത്യാവശ്യം സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ സൈൻ ഓഫ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ഒരുമിച്ചിട്ട് പറഞ്ഞാലോ? എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് മൊഴിഞ്ഞാട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്ക് പറയാൻ ഇഷ്ടമാണ്, പക്ഷെ പറയാൻ വരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തന്നെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയും കൂടുതൽ വീഡിയോ അയച്ച് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.